ഈ പാത്രമൊക്കെ ഇതിൽ വെക്കാനായിട്ട് ആദ്യത്തെ പ്രായത്തിൽ എളുപ്പമായി. ഇപ്പം ഉണ്ടായിക്കൊണ്ട് ഉണ്ടാ 1,400 1,450 ഒരു 1,400 കൂട്ടിയാൽ മതി. പ്ലേറ്റിൽ ഇരിപ്പൊക്കെ ഇഷ്ടപ്പെട്ടു പോയോ? ഇതിനാണ് നമ്മുടെ ബ്രിണ്ടിലൂട്ടൻ. അപ്പോൾ 1,400 ഇതിൻ്റെ തൂക്കം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിവൈൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാതെ നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓറക്സ് ആണ്. ഓറക്സിൻ്റെ സിറപ്പ് പപ്പീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ആൾക്കാർ സാധാരണ ഈ പപ്പീസിന് കൊടുക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇമ്മായി നിന്ന് മേടിക്കും. ആ പപ്പീസ് ഈ ഒരു പ്രായം, ആ പ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ഓരോ പപ്പിക്ക് ആ പ്രായത്തിൽ തൂക്കം പല തൂക്കമായിരിക്കും. ഇപ്പോൾ ഇവൻ്റെ ഇപ്പോൾ തൂക്കം നമ്മൾ ആദ്യമേ ഏതാണ്ട് 7.75 15 ദിവസം അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ 1,400. അപ്പോൾ 1,400 എന്ന് പറയുമ്പോൾ നമ്മൾ പെർ ബോഡി വെയ്റ്റിന് 1 കിലോയ്ക്ക് നമ്മൾ 1 മില്ലി എന്നുള്ള കണക്കിലാണ് നമ്മൾ ഇത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് അതിൻ്റെ ആ സിറപ്പ് അത് കറക്റ്റ് അളവിൽ ചെല്ലണം. എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഡിവൈമിങ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. അത് കൂടുതലായാലും പറ്റൂല, കുറവായാലും പറ്റൂല. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ 1,400 നമ്മൾ 1.4 അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ അവൻ ഓക്കെ ആവും. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്ത് തേർഡ് നമ്മൾ കൊടുക്കുന്നത് 21 ഡേയ്സ് ആഫ്റ്റർ 21. അപ്പോൾ അത് പിന്നെ 3 മാസം വരെ ഈ 21 ദിവസം ഇടവിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ എപ്പം എടുത്താലും കറക്റ്റ് ബോഡി വെയിറ്റ് നോക്കിയിട്ടാണ് ഡിവൈമിങ് ചെയ്യേണ്ടത്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ അതിന് വലിയൊരു ടെൻഷൻ അവരക്കുള്ള മരുന്നെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും മേടിച്ചാൽ അപ്പോൾ അവർക്കറിയത്തില്ല നമ്മുടെ അതിൻ്റെ തൂക്കം എന്തോരുക. നമ്മളിപ്പോൾ പല ബ്രീഡാണേലും ഇനിയിപ്പോൾ ഒരു സെയിം ബ്രീഡാണേലും ആ ഒരു പ്രായത്തിൽ ഒരിടത്ത് നോക്കുന്നതനുസരിച്ച് തൂക്കവും ഒക്കെ വ്യത്യാസം കാണും. അപ്പോൾ ആ തൂക്കത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കറക്റ്റ് നോക്കുക. ഡിവൈമിങ് ഉള്ളത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പപ്പിയുടെ വളർത്തലിൽ കേസിട്ടിൽ പപ്പിയാണെങ്കിലും അഡൽറ്റ് ഡോഗ് ആണെങ്കിലും എല്ലാം ഡിവൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ മൊത്തം വിഷയങ്ങൾ വരും. അപ്പം ഇവൻ്റെ തൂക്കമൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇവന് മരുന്നിപ്പം നമ്മൾ സിറിഞ്ചിനകത്താണ് കൊടുക്കാൻ എളുപ്പം. നമ്മൾ സിറിഞ്ചിനകത്താണ്. അപ്പോൾ സിറിഞ്ചിനകത്ത് നമ്മൾ കൊടുക്കണം, നമുക്ക് കാണിക്കാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് വെച്ച് ഇവർക്ക് പയ്യെ നമുക്ക് കൊടുക്കാം. അതവർ കഴിച്ചോളും, മടിയൊന്നും കൂടാതെ കഴിച്ചോളും. പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പം തൊട്ട് നമുക്ക് ടാബ്ലറ്റിലോട്ട് ഗുളികയാകുമ്പം റേറ്റൊക്കെ കുറവുണ്ടല്ലോ. സിറപ്പിനാകുമ്പോൾ കൂടുതലാണ്. പിന്നെ ഒരു ബോഡി വെയിറ്റ് കൂടുമ്പോഴത്തേനും ഇപ്പം ഇത് 15 മില്ലിയാണ് ഇപ്പോൾ ഈ ഓറക്സിൻ്റെ ഇത്. അപ്പോൾ 5 മില്ലി തൂക്കം വരുമ്പോഴത്തേനും നമുക്കത് നഷ്ടമായിട്ട് വരും. അന്നേരമൊക്കെ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോഴത്തേനും അത് നമുക്ക് ടാബ്ലറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവന് ഉള്ളത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് അടുത്തയാളെ എടുക്കാം. അപ്പോൾ കൊടുത്തോണ്ടിരിക്കേണ്ട അവർ നല്ല ഞൊണഞ്ഞ് മേടിച്ച് കുടിക്കേണ്ട അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഈ വൈറ്റമിൻസൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടായ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ കൊടുക്കണതാണ്, പ്രോയി ബൂസ്റ്റൊക്കെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ വായിലും അത് കൊടുത്തോണ്ടിരിക്കണം. കാരണം അതിൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വിരയുടെ മരുന്നിന് ഇച്ചിരി ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ടാവും. അല്ല മേടിച്ച് നല്ല സുഖമായിട്ട് കുടിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് രണ്ടാമത്തെ ആണ്, മെയിൽ തന്നെയാണ്. 1410 എല്ലാം അറൗണ്ട് എല്ലാവരും ഏകദേശം ഉണ്ടല്ലോ ഒരു തൂക്കം തന്നെയാണ് വരുന്നത്. നമ്മളെല്ലാം ഇവരെ ഫീഡിങ്ങും പാല് കുടിപ്പീരും എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യിപ്പിച്ചാണ്. അത് കാരണം അത് തമ്മിലുള്ള തൂക്ക വ്യത്യാസം അല്ലെങ്കിൽ നല്ല വ്യത്യാസം വരും. സാധാരണ ലിറ്ററിൽ പല പപ്പീസ് ചെറുതും വലുതുമായിട്ട് വരും. ഇത് നമ്മൾ 3 മണിക്കൂർ ഇടവിട്ട് ഇവരെ നല്ല പണിയായി 20 ദിവസവും നമ്മൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രിയിലും എല്ലാം 3 മണിക്കൂർ ഇടവിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ റെഡിയല്ലേ? എന്നാൽ കൊടുത്തോളൂ. അല്ല ഞണഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പയ്യെ ഞണഞ്ഞ് അവർ നല്ല രസത്തിന് അങ്ങ് അറിയിക്കോളൂ. നമ്മൾ പയ്യെ കൊടുക്കണം. വിക്കി പെട്ടെന്ന് ഒറ്റയടിക്ക് തള്ളി അങ്ങ് വിടാതെ. അതിന് നമ്മൾ സിറിഞ്ച് ഉപയോഗിക്കണം. സിറിഞ്ചാകുമ്പോൾ നമുക്ക് കൺട്രോളിങ് ഉണ്ട്. പയ്യെ അവർ കഴിക്കണതിനനുസരിച്ച് കൊടുക്കും. ഇത് നമ്മുടെ ബ്ലാക്ക് ഫീമെയിലാണ്. ഇവള് നമ്മുടെ ആദ്യത്തെ പപ്പിയാണ്. ഇവൾക്ക് 100 ഗ്രാം കൂടുതലുണ്ട്. അവള് കണ്ടു കഴിഞ്ഞാൽ അത്ര പറയലേലും 1515 14 അപ്പോൾ 1510 1500 കൂട്ടിക്കോ. നമുക്ക് കഴിച്ചാക്കാം. വേറെക്കുള്ള കഴിച്ചാക്കാം. സൈറ്റ് അടിച്ചാൽ സൈറ്റ് അടിക്കണ്ട്. കഴിക്കണ എന്നാടാ ടങ്കാണ്. അയ്യോ ഇതാരത്? എന്നാ മരുന്നുകൊണ്ട് അടി. ഓക്കെ. അപ്പോൾ പയ്യ അവിടേക്ക് തെറുതി പിടിക്കില്ലേ. പയ്യ വാ, വിളിച്ചടി വാ. സൈഡിൽ കൂടെ പയ്യ
ആദ്യമേ അങ്ങ് കഴിച്ച് ടേസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല നക്കി കുടിച്ചോളും, മേടിച്ച് കുടിച്ചോളും. ഉണ്ടോ? ചേട്ടാ അകത്തോട്ട് ഇറക്കി മതി. ആ വിരകളൊക്കെ പോട്ടാട്ടോ, നിൻ്റെ വിരകളെല്ലാം പോയി. നല്ല അടുത്ത പ്രാവശ്യം അതിന് മിടിക്കായിട്ട് വരും. തട്ട് നോക്കി. ഈ ചേച്ചിക്ക് ഇങ്ങോട്ട് ഇച്ചിരി കൊടുത്താലോ? വിരയുടെ മരുന്ന്. ഞാഞ്ഞോ നല്ല രുചിയാണോ? നല്ല രുചിയാണടി, നല്ല രുചിയാണോ? അവിടെ ഇരുന്ന് അവിടെ ശരിക്കും ഇരുന്നേ. 1450. പയ്യെ കുടിച്ചോളൂ. എല്ലാവരും കുടിച്ചോണ്ടിരിക്കുകയാണ്. കുടിച്ചോ, രുചി അറിഞ്ഞോ? ഓറക്സ് സിറപ്പ് നക്കി കുടിച്ചോ. വിറ്റാമിൻ്റെ രുചി ഓർത്തോണ്ടാണ് നക്കിക്കൊണ്ടിരിക്കണേ. പഴയ പ്രോവി ബൂസ്റ്റ് കൊടുത്തോണ്ടിരിക്കണേ. എൻ്റെ 1,300. നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ്, അവസാനത്തെ പെണ്ണാണ്. ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ, 100 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ. അതൊക്കെ 2 മാസം കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ചിലപ്പോൾ ഉള്ളായിരിക്കും. ഇഷ്ടപ്പെട്ടാ? നല്ല കരിമ്പുലിയാണ്, കരിമ്പുലി. 1 കൂട്ടിക്കോ, 1,350. ജ്യൂസ് വരുന്നുണ്ട്. വാവിളിച്ചേ. ആ കൊടുത്തു. ആ പെട്ടെന്ന് കുടിച്ച് തീർത്തല്ലോ. എങ്ങനെയുണ്ടായിരുന്ന ജ്യൂസ്? നല്ല ജ്യൂസാണോ? ഇത് കൈ കാണിച്ചേ. ഹായ്. 1,400. ഞങ്ങളുടെ ജ്യൂസ് എടുത്തോ. 1,400. 1,425 1,400 മെയിൽ. നമ്മുടെ ചോക്ലേറ്റ് തന്നെ 1.4. ഉണ്ടോ? ഒരു ഇങ്ങനെ കൊടുക്കണം. നമ്മൾ കറക്റ്റ് അളവിൽ ഒരു മേടിച്ച് കുടിച്ചോ. കറക്റ്റ് അളവ് കൊടുക്കുക. വെച്ചോ അതിലോട്ട് വെച്ചോ. വാവിളിച്ചോ മേടിച്ച് കുടിച്ചോ. നക്കി കുടിച്ചോ. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. വയറ്റിലെ വരയൊക്കെ പോയി. എങ്ങനെ ഉണ്ടായിരുന്നോ? പോസ് ചെയ്തോ. ജ്യൂസൊക്കെ കുടിച്ച് ഒരു ഹായ് കൊടുത്തോ. ഹായ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മൾ കൊടുത്തു. 7 പേരുടെ ഇത് കൊടുത്ത് തൂക്കമൊക്കെ അനുസരിച്ച് ചെയ്തിട്ടില്ലേ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തത് ഓറക്സ്. പല ബ്രാൻഡുകളുണ്ട്. ഇതിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡാണ് ഓറക്സ്. നമ്മൾ വലുതിനും ചെറുതുകൾക്കുമൊക്കെ വലുതുകൾക്കൊക്കെ ടാബ്ലറ്റ് ഓറക്സിൻ്റെ ഉണ്ട്. തൂക്കത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റിനനുസരിച്ച് ആയിരിക്കണം നമ്മൾ ഡിവൈൻ ചെയ്യേണ്ടത്. വിരയ്ക്ക് കൊടുക്കുന്നത്. വിര ഇളക്കുന്നതിനാണ് ഡിവൈമ. കണ്ടോ? ഇതൊക്കെ കഴിച്ച് ഉറക്കം വന്നു. അപ്പോൾ നമുക്കിനി പരിപാടികൾ കഴിഞ്ഞു. അപ്പം നമ്മൾ വിരമരുന്നെല്ലാം കഴിച്ച് വരുന്നത് ഇപ്പം നല്ല ഉറക്കമായി. ഇപ്പം അതിനെ വെച്ചാൽ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വിരമരുന്ന് കൊടുത്തത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി അവർ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങും. ചെറിയ പ്രായത്തിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉറക്കമാണ്. അപ്പം നല്ല ഉറക്കമായി.